എന്തു മക്കളെ? അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് ആരെയും കേച്ചു വിടരുതെന്ന്. വീട്ടിലുള്ളവരെ വെളിയിലാക്കിയിട്ട് വേണം ഈ റീൽ എടുക്കാൻ. അതെ അതെ, നിർത്ത്. എവിടെ വെച്ച് റീൽ എടുക്കണം, എങ്ങനെ റീൽ എടുക്കണം ഞാൻ തീരുമാനിക്കും. എന്നെ കയറി ഭരിക്കാൻ വരണ്ട. നിന്നോട് ഞാൻ പറഞ്ഞില്ല. ഡാ ചിത്തെ, അച്ഛൻ ഇവിടെ നിന്ന് ആഹാരം കഴിച്ചോണ്ടിരുന്നാണോടാ? അച്ഛനെ പിടിച്ച് അടുക്കള ഇരുത്തിയിട്ട് റീൽ എടുക്കുന്നു. അച്ഛൻ കഴിച്ചിരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാൻ നിനക്ക് പറ്റിയില്ലേ? കൊണ്ട് മാറിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ പുറത്താക്കിയിട്ടൊന്നും ഇല്ലല്ലോ. എല്ലാരും അങ്ങ് പുറത്താക്കിട്ടെ രണ്ടുപേർക്കും അങ്ങ് സുഖിച്ച് ജീവിക്കാനാണെങ്കിലേ അത് നടക്കത്തില്ലടാ. പുറത്തു പോയവരൊക്കെ വീണ്ടും വലിഞ്ഞേറി വന്ന് ഇവിടെ കിടന്ന ആളാവുന്ന കാണുമ്പോൾ എനിക്ക് ശരിയായി. ചേട്ടാ, ആ നല്ല കോണ്ടന്റ് ആണല്ലോ, നമുക്ക് വീഡിയോ എടുത്താലോ? പുറത്തായിട്ട് വലിഞ്ഞേറി വന്നിട്ടുണ്ടെങ്കിലേ അത് നിന്റെ വീട്ടിലോട്ടല്ലല്ലോ, എന്റെ വീട്ടിലോട്ടാ. എനിക്കൂടെ അവകാശമുള്ള വീടാടിയത്. അതെ, കെട്ടിച്ചിട്ടപ്പോ എല്ലാം തന്നല്ലേ അയച്ചത്. ഇതേ എന്റെ ചേട്ടൻ അവകാശപ്പെട്ട വീടാ. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം ഞാൻ തീരുമാനിക്കും. അതിനുള്ള പൂർണ്ണ അവകാശം എന്റെ അമ്മൂന് തന്നിട്ടുണ്ട് ഞാൻ. ഇവിടെ ആരൊക്കെ ജീവിക്കണം, ആരൊക്കെ പറഞ്ഞു വിടണം നിനക്ക് തീരുമാനിക്കാം. ആഹാ, അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോടാ മോളെ. അച്ഛൻ ചുമ്മാ ഇരിക്കും. എടാ, നിന്നെയൊക്കെ എന്ത് പ്രതീക്ഷയിലാടാ ഈ അച്ഛനും അമ്മയും വളർത്തിയത്? എന്നിട്ട് ഇവരെ വേണോ നിനക്ക് ഇറക്കി വിടാൻ? അച്ഛനോടമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ചേച്ചിയോട്ടൊന്ന് പറഞ്ഞിട്ട് എന്റെ മണ്ട കുതിരം വന്നാല് പച്ചവെള്ളം ഞാൻ തരത്തില്ല, അറിയാലോ. ആ സമയത്ത് വളർത്തിയ കാര്യം പറഞ്ഞു വന്നാല് തനി സുഖം കാണും. പാടി. എന്തിനാ മോളെ നീ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത്? ഞങ്ങൾ എന്തെങ്കിലും കഴിച്ച് ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും കഴിഞ്ഞോളാം. അവരങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരു ഇടം പോലും ഇല്ല. നീ ആയിട്ട് അതിലൊരു അവസരം ഉണ്ടാക്കുക. അപ്പൊ എങ്ങനാ, എറണാകുളത്തേക്ക് പോവല്ലേ? ഞാൻ പോവാടി. ഞാനൊരു അധികം പറ്റാന്ന് അച്ഛൻ പോലും പറയാതെ പറഞ്ഞു. അല്ല എന്നാലും എന്റെ ശ്രീജയെ, ഇത്രയും അവർക്ക് വേണ്ടി സംസാരിച്ചു നീ എങ്ങനെയാടി അവർക്ക് അധികം പറ്റാവുന്നേ? അതങ്ങനെ അടി. കല്യാണം കഴിച്ചു വിട്ടിട്ടെ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടുകാർക്ക് പോലും ബാധ്യതയാ. കോടതിയിൽ പോലും അച്ഛൻ മനസ്സിന്റെ മനസ്സോടെ വരുന്നു. അല്ല ഇത്രയും പഠിച്ചിട്ടൊരു ഗവൺമെന്റ് ജോലി നിനക്ക് കിട്ടാത്ത എന്താ? അതാ എന്റെ സംശയം. ഭാഗ്യമില്ലാത്തവളടി ഞാൻ. കണ്ടില്ല കിടന്ന് അനുഭവിക്കുന്നു. നീ വിഷമിക്കാതെ, എന്തായാലും എറണാകുളത്ത് ഞാൻ അയാളോട് ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട് നിനക്ക്. അതൊക്കെ കിട്ടിക്കഴിയുമ്പോ ഈ വിഷമമൊക്കെ മാറൂടി. എന്റെ വിഷമം മാറണമെങ്കിൽ ഞാൻ മരിക്കണം. അങ്ങനൊന്നും പറയാതെ, എനിക്കൊരു നല്ല കാലം വരും. മോളെ, എന്നാലും ഇങ്ങനെ പോവാന്ന് പറയുമ്പോ എനിക്കൊരു വിഷമം. എനിക്ക് പറ്റത്തില്ല. ജോലിക്കല്ലേ അമ്മ പോകുന്നത്? എന്നാലും അന്യനാട്ടിൽ പോയി ജോലിക്കൊക്കെ എന്ന് പറഞ്ഞോണ്ട് പോകുന്നത്. നമ്മുടെ നാടും വീടും ഒക്കെ അന്യമായ പിന്നെ എല്ലാ നാടും ഒരുപോലെ അമ്മ.